ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഹൗസ് ടൂർ ചെയ്യും, ഹൗസ് ടൂർ ചെയ്യും, ഹൗസ് ടൂർ ചെയ്യുന്നു. പക്ഷേ എനിക്ക് മേലെ ഒന്ന് പോകാൻ ഭയങ്കര പേടിയാണ് ഗൈസ്. കാരണം ഇപ്പം തന്നെ കേഡ്രാമ സീരീസ് കണ്ടിട്ട് പേടിച്ച് നിൽക്കുവാന്ന്. ഓരോരോ ഭൂതങ്ങൾ ഇങ്ങനെ വരുന്നു, ഭൂതങ്ങൾ വീട്ടിലിങ്ങനെ ഇരുന്ന് പല്ലിരിച്ച് നിൽക്കുന്നു. അതിലും കണ്ടിട്ട് ഞാൻ പേടിച്ച് നിൽക്കുവാണ്. അതുകൊണ്ട് ഞാൻ മേലെ പോകാൻ ഭയങ്കര പേടിയാണ്. എപ്പം മേലെ പോകുന്നുണ്ട് അമ്മയും അച്ഛനായിട്ട് കൂടെ വരണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം യെസ്, അപ്പം വേണമെങ്കിൽ എൻ്റെ റൂം ടൂർ ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു, സജസ്റ്റ് ചെയ്തായിരുന്നു. എൻ്റെ റൂം ടൂർ ചെയ്യാം. പക്ഷേ ഞാൻ ആദ്യം തുടങ്ങുന്നത് എൻ്റെ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, അത് എൻ്റെ ഈ സ്റ്റഡി ടേബിളാണ്. അത് ഞാൻ നിങ്ങൾ വെച്ച് ഞാൻ മനഃപൂർവ്വം ഇത് അൺക്ലീൻ ആക്കിയതല്ലേന്ന്. അല്ല ഗൈസ്, എനിക്കിങ്ങനെ വേഗം എന്തെങ്കിലും ഇപ്പം എവിടെ നിന്ന് പോകണം. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ ഓടി പോയിക്കാറ് ഒരു പാർട്ടിയുണ്ട് വേഗം റെഡി ആകുമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ കുത്തി ഈ ഓർത്തിൻ്റെ സാധനം ചെപ്പ് എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ എല്ലാം മെസ് ചെയ്യും, എന്നിട്ട് വന്നിട്ട് ഉറങ്ങുകയും ചെയ്യും. അതുകൊണ്ടായിട്ടില്ല, ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതിപ്പോൾ ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പം ഇതാണ് എൻ്റെ സാധനം, ഇതിലാണ് എൻ്റെ എല്ലാ സാധനവും വെക്കല്. ഇതിലെൻ്റെ കീ ചെയിൻസ്, എൻ്റെ ഫ്രണ്ട് എനിക്കൊരു സബ്സ്ക്രൈബർ എന്ന കീ ചെയിൻ എല്ലാം ഉണ്ട് ഇതിൽ. ക്യാമറ പിടിക്കുന്നതിൻ്റെ എൻ്റെ അമ്മയാണ്. എന്തൊക്കെയോ ബുക്സും ഉണ്ട്. കാലം മുതൽ തന്നെ എടുത്തോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഇത് പിന്നെ നമ്മുടെ മേക്കപ്പെല്ലാം ചെയ്യുന്ന സാധനമാണ്. എൻ്റെ കഴുത്തിൽ പോലെ മേക്കപ്പെല്ലാം ചെയ്യുന്ന സാധനമാണ് ഇത്. അപ്പം നമുക്കിത് ഇവിടെ ഇങ്ങനെ കോർണറിൽ ഇത് വെക്കാം. ഇത് പക്ഷേ എൻ്റെ ബോ ആയിരുന്നു, പൊട്ടിയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ടിഷ്യൂ ആയിട്ട് ഉപയോഗിക്കാൻ. സോ സാഡ്. അപ്പം നമുക്കിത് ഇവിടെ വെക്കാം. ഇനി എൻ്റെ കുറച്ച് സ്ക്രഞ്ചീസ് ഉണ്ട്. ഇത് പിന്നെ ഒരു ബ്ലൂ കളർ പക്ഷേ ഇത്തിരി ഡോട്ട്സ് എല്ലാം ആയിട്ടുള്ളതാണ്. അപ്പം അത് നമുക്കിത് ഇവിടെ വെക്കാം. നെക്സ്റ്റ് ഉള്ളത് എനിക്കിതാ ഈ അടിപൊളി എൻ്റെ ഫേവറേറ്റ് സ്ക്രഞ്ചി. ഇത് മറ്റേ ഒരു എനിക്ക് പേരെന്ന് പറയുന്ന കളറിൻ്റെ ഒരു ബ്ലൂ, ലൈറ്റ് സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്ലൂ അങ്ങനെ പറയാം. പച്ചയും ബ്ലൂ മിക്സ് ആയ പോലെ തന്നെ ഒരു കളർ. പിന്നെ എനിക്ക് ഈ ഒരു ചെറുപ്പത് ഇതെല്ലാം മാക്സിമം. ഇത് പിന്നെ എനിക്ക് കുറേ ചീർപ്പുണ്ട്, ഇവിടെ കുറേ ചീർപ്പുണ്ട്. പക്ഷേ ഇതിലൊരു ബോ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഈ ചീർപ്പെടുത്ത കേസ്. എനിക്ക് ഈ ബോവും ഹെലോ കിറ്റി അങ്ങനത്തെ ഭയങ്കര ഫാനാണെങ്കിൽ ഞാനത് എടുക്കും. അതും നമുക്ക് വേറെ ഞാൻ വെക്കാം. ശേഷം നമുക്ക് ലാസ്റ്റ് ചീർപ്പുകളാണ് നല്ലത്. ഇതെൻ്റെ കുഞ്ഞി ഡയറിയാണ്. സീക്രറ്റ്സ് എഴുതി വെക്കുന്നത് നിങ്ങൾക്കൊന്നും കാണിച്ചല്ല കേട്ടോ. ഓക്കെ, ഇത് നമുക്കിവിടെ കോർണറിൽ ഇങ്ങനെ കുത്തി വെക്കാം. അയ്യോ, ഇത് വെക്കണ്ട. എനിക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് വെക്കാം. ടു സ്മൈലി സ്റ്റിക്കേഴ്സ് ഉണ്ട് ബാക്കിൽ. ഈ സ്റ്റിക്കേഴ്സ് ഇത് ഒരു പേപ്പർ സ്റ്റിക്കേഴ്സ്, കളർ ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നൊരു സ്റ്റിക്കേഴ്സ്. ഇത് കല്ല് സ്റ്റിക്കേഴ്സാണ്. അപ്പം യെസ്, ഇതിലെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സ്റ്റിക്കേഴ്സ് ഫാൻ ഞാനാണ്. ലോകത്തിലുള്ള സ്റ്റിക്കേഴ്സാണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ ബുക്ക് ഇവിടെ കോർണറിൽ വെക്കുന്നുണ്ട്. ഇതിൻ്റെ വേറെ ബുക്ക്, പൊട്ടത്തിൻ്റെ ബുക്ക് ഞാൻ ഒന്നും എഴുതിയില്ല, വെറുതെ എനിക്കൊന്ന് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിച്ച് നോക്കും ഗൈസ്, അല്ലാതെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിവിടെ കോർണറിൽ വെക്കാം. പിന്നെ എനിക്കൊരു കുഞ്ഞി കമ്മലുണ്ട്, ഇത് ഞാൻ അതിൽ വെക്കുന്നുണ്ട്. ക്യൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കമ്മൽസ്. സത്യം പറഞ്ഞാൽ ഹാങ്ങിങ് കമ്മൽസ് കൂടുതൽ ഇഷ്ടം. ഇതാണ് ഹാങ്ങിങ് കമ്മൽസിൻ്റെ കാര്യം കൂടുതൽ ഇഷ്ടം ഇന്നത്തെയാണ്. എൻ്റെ അമ്മക്ക് ഹാങ്ങിങ് കമ്മൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മുന്തിരി പോലത്തെ ഒരു കമ്മലില്ല ഗൈസ്, അതെൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അമ്മ ആദ്യം തന്നെ അതാ വാങ്ങാണ്ടി പോകുന്നത്, അത് മുന്തിരി പോലത്തെ കമ്മൽ. അതവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ വേറെ ഒരു കമ്മൽ വാങ്ങും. ഇത് ലാസ്റ്റ് വെക്കുന്നതിനേക്കാൾ നല്ലത്. പിന്നെ ഇത് എൻ്റെ സ്കെച്ച് പെൻസ് ആണ്. ഇതിലും അമ്മ ചോദിച്ചു ഗൈസ്, ഇവിടെ എല്ലാവർക്കും പനിയാണ് ഗൈസ്. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലും ഇവിടെ കുറേ സ്കെച്ച് പെൻസ് ഉണ്ട്. ഇതെല്ലാം എൻ്റെ വേണ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. ഈ അമ്മേനല്ല, ദൈവമ്മേനെ വിളിച്ചേട്ടാ. അപ്പം അവിടെ വെക്കാം. ഇനി നമുക്ക് കുറച്ച് ആവശ്യമുള്ള മെറ്റീരിയൽസ്, പെന്ന് അല്ലെങ്കിൽ ഐലൈനർ, ഇതെൻ്റെ മേക്കപ്പ് ബ്രഷ്, സുന്ദരി കോട. അപ്പം എന്ത് ഐലൈനർ ഇതാ എന്ത് അപ്പം ഇത് നമ്മുടെ മേക്കപ്പ് ബ്രഷ്. ഇതെനിക്ക് ഞാൻ ഒരു എൻ്റെ മറ്റേ മേക്കപ്പ് ബോക്സിലൂടെ കിട്ടുക കേട്ടോ. ക്യാമറ നിലവിച്ചു. അപ്പം ഇതെൻ്റെ
ഐലൈനർ കേട്ടോ, ഇതിൻ്റെ പേര് നമുക്കറിയാം, അമ്മക്ക് വൃത്തിക്കറിയാം. പിന്നെ ഇതെൻ്റെ ക്രീം പെൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇത് ഞാൻ എവിടെ ചന്ത പോയാലും ഇത് വാങ്ങും, ഇത് മറക്കാണ്ട് വാങ്ങും ഗൈസ്, വലിയ ഇഷ്ടമായി. പിന്നെ എൻ്റെ ഇത് മിക്കി മൗസ് കിച്ചൻ, മിനി മൗസ്, മിക്കി മൗസ് എന്നല്ല. എനിക്കത് ഗൈസ് വായന കൊണ്ടുകൊടുക്കുന്നു, കാരണം ഇങ്ങനെ ഇത് സംസാരിക്കില്ലേ ഗൈസ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആളല്ല, സത്യം പറയുന്ന ആൾക്കാരിയാണ്. അപ്പോൾ അയാൾ നിൽക്കുന്ന ഞാൻ കളത്ര പറയുന്നത് വെച്ചിട്ട്, കാരണം ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കാറില്ല. ഇങ്ങനെ നമുക്ക് പാട്ട് പാടുന്നത് എൻ്റെ പേര് സ്തുതി അങ്ങനെ ഞാൻ പറയല്. എങ്കിൽ ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് മൈക്ക് പാടുമ്പം? ചില ആൾക്ക് അങ്ങനെ പാടും, ഞാൻ പക്ഷേ മറ്റേ ജാതകം പറയില്ലേ അങ്ങനെ പറയല്. എനിക്ക് അത്രയും പാട്ട് പാടാൻ അത്ര വൃത്തിക്ക് മറന്നുള്ളൂ ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ എനിക്ക് പാട്ട് പാടാൻ വൃത്തിക്ക് മറന്നു ഗൈസ്. ഇത് കുത്തുന്നില്ല ഗൈസ്, ഇത് മറ്റേ മിനി മൗസിൻ്റെ ഇത് വെറുതെ വാങ്ങിയതാണ് ഗൈസ്. സത്യം പറഞ്ഞത് വെറുതെ വാങ്ങിയതാണ്. ഇത് എനിക്ക് വേണ്ട, എൻ്റെ കളക്ഷനിൽ വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇനി കളക്ഷൻസ് ഉണ്ട്, അതൊക്കെ എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. ഒരു 2 ദിവസം വരെ എത്തും, ബാക്കി ദിവസം കാണില്ല. ദാറ്റ് ഈസ് മീ, ദാറ്റ് ഈസ് മാത്രം മീ. ഗൈസ് ഇന്ന് ആവില്ല ഗൈസ്. ഓക്കെ ഓക്കെ, താങ്ക് യു ഗോഡ്. ഞാൻ എങ്ങനെ എത്തി. ഇനി ഇതെൻ്റെ മോതിരം, എനിക്കറിയാം ഇങ്ങനെ ഇത്രയും വലുതായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഏട്ടൻ്റെയാണ്. ഇത് പണ്ട് എനിക്കൊരു 6 വയസ്സായിരുന്നു തോന്നുന്നു. ഇപ്പം എനിക്കൊരു 11 വയസ്സായി. ആ 6 വയസ്സിൽ എൻ്റെ ഏട്ടൻ വാങ്ങിയതാണ്. ഇപ്പം ഉപയോഗിക്കുന്നില്ല ഏട്ടൻ. യെസ്, അപ്പം അത് ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു മോതിരം അത് ഞാനിപ്പോൾ ഉപയോഗിക്കലുണ്ട്. എനിക്ക് വലുതാന്നില്ല. അപ്പം ഇത് നമുക്കിവിടെ ഉള്ളിൽ വെക്കാം. നെക്സ്റ്റ് ഗ്ലിറ്റർ, ഇതെൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവളെ പേര് ഞാനിപ്പോഴേ പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ പറയാം. ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കമ്മലും ഞാൻ ഈ കോർണറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചെരുപ്പ്, ഐ ലവ് ദിസ് ചെരുപ്പ്. അപ്പം ഇത് നമുക്ക് ഈ കോർണറിൽ ഇങ്ങനെ വെക്കാം. അപ്പം ഈ സാധനം റെഡിയായി. അല്ല, ഈ പെന്നും കൂടി, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെന്നാണ്. ഇതും ഈ ഗ്ലിറ്ററും എനിക്കൊരു ഫ്രണ്ട് തന്നെയാണ്. അവരുടെ പേര് അടുത്ത വീഡിയോ പോലെ സജസ്റ്റ് ചെയ്യാം. സജസ്റ്റ് ചെയ്യേണ്ട വീടും നിൽക്കാറുണ്ട് ഗൈസ്, നിങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട്. അപ്പം എൻ്റെ ഈ ബോക്സ് റെഡി. ഇനി ഇത് എൻ്റെ വീഡിയോ എടുക്കേണ്ട മൈക്കാണ്. അമ്മേൻ്റെ കൈ വേദന എടുക്കുമ്പം ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ ഇപ്പം അമ്മേൻ്റെ കൈ വേദന എടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതായിരിക്കും കൊടുക്കില്ല ഗൈസ്. ഇതെൻ്റെ ഞാൻ ഒറ്റക്ക് എടുക്കുന്നതിന് വേണമെങ്കിൽ ഞാൻ ഉപയോഗിക്കും. കണ്ടോ, ഇത് മൈക്ക് നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആമസോൺ ഫ്ലിപ്കാർട്ടാന്ന് തോന്നി. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ ഏതിലാണ് എന്ന് ഓർമ്മില്ല. ഇത് നമുക്ക് ഈ കോർണറിൽ വെക്കാം. ഇത് ക്ലീൻ ചെയ്തിട്ട് വെച്ചാൽ പോരെ. ഇതിൻ്റെ ബുക്കാണ്, ഞാൻ ഒന്നും ഡയറി ഉണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞ് വെക്കുന്ന ബുക്കാണ്. ഇതുവരെ ഞാൻ അറിയാലോ വീഡിയോസിൽ എടുത്ത് വെക്കുന്നത്. ഇത് ഞാൻ അവിടെ വെക്കാൻ വിചാരിക്കുന്നു. ആ ടെഡി ബെയർ വെച്ച് അവിടെ വെക്കാൻ ചെയ്തിരിക്കുന്നു. ഇവിടെ പിന്നെ മൊത്തം പെന്നാ ഗൈസ്, പെന്നും പെൻസിലും. ഓ മൈ ഗോഡ്. ഇത് വെക്കും, എൻ്റെ ബുക്ക് എന്നോട് വെക്കും. ആഷയുടെ ബുക്ക് സൈഡ് ഇത് ഈ സൈഡാണ്. അമ്മ ഈ സൈഡിൽ കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ വെച്ചത് എൻ്റെ ഫോണായിരിക്കും, എൻ്റെ പ്രിയപ്പെട്ട ഫോണായിരിക്കും. പക്ഷെ സത്യം പറയുന്നത് ഫേക്ക് ഫോണാണ്, ദുബായിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വെറുതെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇറ്റ്സ് അൺവർക്ക്. ഇതെന്നെ പൗച്ചാണ്. ഞാൻ ചെറുപ്പത്തെ വാങ്ങിയ 3ാം ക്ലാസ് വെച്ച് വാങ്ങിയൊരു കുഞ്ഞ് എൽസ ഫ്രോസിൻ്റെ ഒരു പെൻസിൽ പൗച്ചാണ്. ഇത് ഭയങ്കര സ്പേസ് ഉണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കലൊന്നുമില്ല, എക്സാം ഉണ്ടെങ്കിൽ വേണം ഉപയോഗിക്കും. അതിൽ വെച്ചോ, പൗച്ചിൽ വെച്ചോ പെൻസിലല്ല. ഇതെൻ്റെ സ്റ്റിക്കർ ബുക്ക്, ആർക്കും കാണിച്ചു കൊടുക്കാത്തപ്പോൾ. എനിക്ക് ഇങ്ങനത്തെ കുറേ ബുക്സ് ഉണ്ട് ഗൈസ്. ഇതെൻ്റെ ഫയലാണ്. ആവശ്യമുള്ള പേപ്പേഴ്സ് എല്ലാം വെക്കുന്നതാണ്. കണ്ടോ, സ്റ്റിക്കേഴ്സ് എല്ലാം വെക്കും ഞാൻ. ഫയലാണ് എൻ്റെ. ഇതിൽ വെക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ പൗച്ചിൽ പെൻസിൽ പൗച്ച് അതൊന്നും വേണ്ട. അതിൽ കൊള്ളൂല മോളെ. കൊള്ളിപ്പോ എങ്ങനെ കൊള്ളിക്കണം. കണ്ടില്ലേ കൊള്ളി. യെസ്, പെർഫെക്റ്റ്. ഇതും കൂടി എടുത്ത് വെക്കാം. അപ്പം ഗൈസ് ഇതിൻ്റെ സിബറെല്ലാം ഞാൻ പൊട്ടിച്ചളഞ്ഞു.
ഇതൊക്കെ ഞാൻ എത്ര ക്ലാസ്സിൽ വന്നു, 4ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഗൈസ്, എനിക്കൊന്നും ഓർമ്മയില്ല. ഇത് ഇവിടെ പെണ്ണൊക്കെ കുത്തി എറിഞ്ഞിട്ടില്ല ഞാൻ ചെറുപ്പത്തിൽ. അപ്പോൾ എൻ്റെ ഭയങ്കര ശ്രദ്ധ ഞാനാണ്. ഇനി നമുക്ക് വെറുതെ ഇവിടെ വെക്കാം. ഈ ഫോൺ വേണമെങ്കിൽ ഫേക്ക് ആയിട്ട് നമുക്ക് എവിടെയും വെക്കാം. നമ്മുടെ ബുക്ക് വെക്കാം. ഇത് എൻ്റെ കമ്പ്യൂട്ടറാണ്. ഇത് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ കമ്പ്യൂട്ടർ. ഗിഫ്റ്റ് അല്ല, ഡേറ്റ വാങ്ങി തന്ന കമ്പ്യൂട്ടറാണ്. കാരണം എനിക്ക് ഐ ടി എക്സാമിന് എനിക്ക് ഇത് ഓരോരോ ബട്ടൺസ് എന്നൊക്കെ അറിഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പം എനിക്ക് ഏട്ടൻ വാങ്ങി തന്നെയാണ്. എത്ര ക്ലാസ്? 4ാം ക്ലാസ്സിലാണ്. കാരണം ആ സമയത്ത് അച്ഛനപ്പാൻ്റെ ഏട്ടനോട് ചോദിച്ചിന് ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങണം. അപ്പോൾ വാങ്ങി. ഇനി പെൻസിൽ വെക്കാം. ഇതിൻ്റെ അച്ചാച്ചൻ്റെ ഫോൺ കേസ്. ഇത് വെറുതെ ഞാൻ വെറുതെ ഫോൺ റീൽസ് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ AC-ൻ്റെ റിമോട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിൾ കോയിൻ. അപ്പോൾ ഇത് ഇവിടെ അടിപൊളിയായി. ഇനി നമുക്ക് ആ സ്റ്റഡി ടേബിളിൽ പോവാം. സോ ഗൈസ്, ഇത് നമ്മുടെ കോഫി ടേബിൾ ആണ്. കോഫി ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു വെറുതെ ഒരു ഡ്രോവർ നമ്മൾ രസത്തിന് വെക്കുന്നത്. അപ്പം ഇത് ഞാൻ ചേഞ്ച് ചെയ്തൊരു ടെഡി ടേബിൾ ആക്കി. ക്യൂട്ട് ടെഡി ടേബിളാണ്. ഇവിടെ ഒരു ക്ലിപ്പ് അമ്മയായിട്ട് നിൽക്കുന്നതാണ്. ഇത് വെറുതെ നമ്മളിവിടെ നിൽക്കട്ടെ. ഇത് പിന്നെ എൻ്റെ ഇത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ടെഡി ബെറിൻ്റെ കയ്യിലിട്ട് കൊടുക്കാം. കാരണം ടെഡി ബെർ പാവം ടെഡി ബെർ ഒരു ക്ലിപ്പും ഇല്ലാണ്ട് നിൽക്കുന്നു. അപ്പം ഇത് നമ്മുടെ വിക്സാണ്. കാരണം എനിക്ക് ചില സമയത്ത് AC വെക്കുമ്പോൾ ഭയങ്കര ആവലുണ്ട്, കിച്ച് ആവലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ AC വെക്കും. ഗോദ്രേജ് ആണ് അതിൻ്റെ കമ്പനി. ഇത് മറ്റേ പൂ അമ്മേ. അപ്പോൾ നമുക്കിത് ഇവിടെ വെക്കാം. ടെഡി ബെർ കണ്ടോ ഇങ്ങനെ വെക്കുക. യെസ്. അപ്പം അങ്ങനെ നമ്മുടെ ഈ ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ് ക്ലീൻ ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്ക് മടക്കാൻ അറിയാത്തതുകൊണ്ട് അമ്മയെ മടക്കുന്നത് ഗൈസ്. ഞാൻ ചില സമയത്ത് കിടക്കും മെസ്സ് ചെയ്യുന്ന ബെഡാണ്. അതുകൊണ്ടായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. സ്ഥിരം ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് മാത്രം ഞാൻ ചിന്തിച്ചു ഒന്നും വീടെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വെച്ചു ചിലപ്പം നമുക്ക് ഒരു ഡേ ഇൻ ലൈഫായിട്ട് എടുക്കുക. അതിലൂടെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പം ഡേ ഇൻ ലൈഫല്ല, ഒരു ഹൗസ് ടൂർ അല്ല, റൂം ടൂർ എന്ന് പറയാം. യെസ്, ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഈ കനാടിയും കൂടി എടുത്ത് വെക്കാം. അപ്പം എൻ്റെ ഇതും റെഡിയായി. ഇനി എന്നാ ഉള്ളത് ഡ്രസ്സിങ് റൂമാണ്. നമുക്കും പോവാം. സോ സത്യം പറഞ്ഞാൽ ഡ്രസ്സിങ് റൂം ക്ലീൻ ചെയ്യാൻ അത്ര ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാം ക്ലീൻ തന്നെയാണ്. വെറുതെ നമുക്ക് പൗഡർ ഇവിടെ വെക്കാം. പൗഡർ ഇവിടെ വെക്കാം. പിന്നെ ഈ പൗഡർ നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് ഇവിടെ വെക്കാം, ഇതിവിടെ വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് റൂം സെറ്റ്. ഓക്കെ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ എല്ലായിടത്തും ബൈ.